പൊഴാതി നോർത്ത് യു.പി. സ്കൂളിൽ LKG സ്റ്റുഡൻ്റാണ് എൻ്റെ മോള് പൊന്നു. എല്ലാ പ്രാവശ്യവും ഏട്ടൻ തന്നെയാണ്, ഏട്ടനോ അല്ലെങ്കിൽ വലിയേട്ടനോ ഏട്ടത്തിയമ്മയായിട്ടാണ് മോളെ കൂട്ടാൻ പോകൽ. ഞാൻ ആദ്യമായിട്ട് അന്ന് അവളെ സ്കൂളിൽ പോകുന്നത് കേട്ടോ, അവളെ കൂട്ടാനായിട്ട്. ഒരിക്കൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ഏട്ടൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ പ്രാവശ്യം മോളെ സ്കൂൾ വഴി പോകുന്നത് കൊണ്ട് ഒന്ന് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ഉറക്കത്തിൻ്റെ ലക്ഷണത്തിലാണ് അവളുണ്ടായത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് അവളെ കൂട്ടാൻ വന്നിട്ടുള്ളത്. അവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ വരുന്ന അവള് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്നോട് ചോദിക്കുന്നുണ്ടായിന്, അതെന്താ അപ്പ ഉണ്ടായിട്ടില്ലേ, വല്യമ്മ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായി. ഞാൻ പറഞ്ഞു ഞാൻ കൂട്ടാൻ വന്നതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നും ഇല്ല എന്നും പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ ഷൂ ഊരിപ്പോയിട്ട് അവള് ഷൂ എല്ലാം റെഡിയാക്കുന്നുണ്ടായി. പിന്നെ ഞാനൊന്ന് ചിരിക്കാൻ പറഞ്ഞാൽ അവള് ചിരിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ പുറത്തേക്ക് പോയി. പിന്നെ റോഡാണ്. റോഡിലെന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കാൻ തീരെ സ്ഥലം കുറവായതുകൊണ്ട് ഞാൻ റോട്ടിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കാരണം റോഡിൻ്റെ മേലെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ സ്റ്റിക്കറായിട്ട് ചിലപ്പം കിട്ടാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇടവഴിയിലൂടെയാണ് പോകുന്നത്. ഇതിലേ പോയി കഴിഞ്ഞാൽ ഒരുപാടൊന്നും ദൂരമില്ല സ്കൂളിനടുത്തേക്ക്. പോകുന്ന വഴി കാണുന്നത് നമ്മൾ കൊറ്റാളിക്കാവാണ്. പുനർനിർമ്മാണത്തിനായിട്ട് കാവൊക്കെ പൊളിച്ച കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപാടെ മിന്നുവിനെ കണ്ടപ്പോൾ പൊന്നൂന് ഭയങ്കര സന്തോഷം. പൊന്നൂനെ കണ്ടപ്പോൾ മിന്നുവിനാണെങ്കിൽ തീരെ സഹിക്കാൻ വയ്യ, ചിരിയൊക്കെ വന്നു. പിന്നെ അതിന് ശേഷം മിന്നുവിനെ എന്തായാലും പൊന്നു വെച്ച് എടുക്കുമെന്ന് ഒക്കെ ഉറപ്പാണ്. അങ്ങനെ പപ്പേൻ്റെ കൈമിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നോട് എടുക്കാൻ വേണ്ടി പറയുന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഞാൻ എടുക്കാനും നിന്നിട്ടില്ല, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന തിരക്കിലാണല്ലോ. അതൊക്കെ വിട്. അങ്ങനെ പൊന്നുവിന് മിന്നുവിനെ ഒന്ന് എടുക്കണം. ഇപ്പോൾ കുറച്ചായി ഈ ഒരു പരിപാടി സ്റ്റാർട്ടായിട്ട്. മിന്നുവിനൊന്നും എടുത്തോട്ടെ അമ്മേന്ന് എപ്പോഴും അവൾ ചോദിക്കും. പിന്നെ എനിക്ക് പേടിയാണ്, വീണ് പോയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊന്നു എടുക്കുന്നത് മിന്നുവിന് നല്ല കംഫർട്ടബിളാണെന്ന് തോന്നുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് നോക്കുന്നില്ലുണ്ട്. ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ പിന്നെ നമ്മളെപ്പോഴും നമ്മളെ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സമ്മതിക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ പൊന്നിനോട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. ഷൂ അയച്ചിടാനും ഷോക്സ് അയച്ചിടാനും ആദ്യം ടാഗും ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് നമ്മൾ പുറത്ത് കുട്ടികൾ, നമ്മളെ വലിയേട്ടൻ ട്യൂഷൻ എടുക്കുന്ന ആളാണ്. അപ്പം പുറത്ത് ഒരു കട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലിരുന്നിട്ടാണ് കുട്ടികളൊക്കെ പഠിക്കൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കട്ടിലവിടെ വെച്ചിട്ടുള്ളത്. ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിട്ടിപ്പം കട്ടിലിൽ കുട്ടിക്ക് ഇരിക്കാൻ വരെ കഴിയുണ്ടായി. അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ നമ്മൾ പൊന്നൂസ് ഇതൊക്കെ കഴിച്ച് വെച്ചു. എൻ്റെ കുപ്പായം കൂടി കഴിക്കാൻ നോക്കുന്നുണ്ടായിന്. പിടിച്ച് പറി കണ്ടപ്പോൾ അത് പൊട്ടുന്ന ഉറപ്പായപ്പോൾ ഞാൻ തന്നെ ചെയ്തു കൊടുത്തു.